ഹലോ നമസ്കാരം, റോസൂസ് ടേസ്റ്റി ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ വെറും 1 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കേട്ടോ, ഒരു ചെറിയ റെസിപ്പിയാണ്. പിന്നെ നമ്മൾ പൈസ ഒന്നും കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്ത് കടയിലൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിതുവരെ അങ്ങനെ പുറത്തുനിന്നൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല, വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. എല്ലാ വീട്ടിലും നമ്മൾ ബ്രെഡ് മേടിക്കാറുള്ളതാണല്ലേ. ഈ ബ്രെഡ് മേടിക്കുന്ന വീടുകളിൽ ബ്രെഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ കവറിൽ ഉണ്ടാകുന്ന 2 ബ്രെഡാണ് ഈ ഫസ്റ്റ് ബ്രെഡും ലാസ്റ്റ് ബ്രെഡും അല്ലേ. നമ്മൾ പൊതുവേ അത് കഴിക്കാൻ ഇച്ചിരി മടിയുള്ള ആൾക്കാരാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അത് കഴിക്കാനായിട്ട്. അപ്പം അങ്ങനെയുള്ള ബ്രെഡാണ് ഞാൻ, അതൊക്കെ വെച്ചിട്ടാണ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാറുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വേസ്റ്റ് ചെയ്ത് കളയാറില്ല. ഇതേപോലെ ഒരു ഡബ്ബയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ബ്രെഡ് ക്രംസ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ 4 ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡിൻ്റെ അരികുവശങ്ങളും ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനൊരു ഫ്രൈങ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ദോശ പാനാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത് ഞാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒന്ന് കമത്തി കൊടുക്കുക. ഇതിപ്പം നല്ല കട്ടിയുള്ള ഫസ്റ്റ് ബ്രെഡും ലാസ്റ്റ് ബ്രെഡും കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഇതുപോലെ കമത്തി കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു തവ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അതൊന്ന് ടോസ്റ്റായി വരത്തില്ല. നമ്മളിപ്പോൾ ടോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതിപ്പോൾ സോഫ്റ്റായിട്ടിരിക്കുന്ന ഒരു ബ്രെഡ് ആ ഒരു വെറ്റ്നെസ് ഒക്കെ മാറി നല്ല ഡ്രൈ ആയിട്ട് വരണം. വെറ്റ്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ക്രംസ് ആക്കി വെച്ചാലും ഇത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. ഇതിപ്പോൾ നമുക്ക് മാസങ്ങളോളം കേടുകൂടാതെ നമ്മുടെ ഫ്രിഡ്ജിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമുക്ക് ഇട്ട് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഞാനിത് മാറ്റിയിട്ടുണ്ട്. ബാക്കി ഞാൻ ബ്രെഡിൻ്റെ സൈഡ് വശങ്ങൾ ഉണ്ടായിരുന്നതും കൂടെ അതേപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അല്പനേരം ഒന്ന് ചൂടാക്കിയാൽ മതി. ഒരു 3-4 മിനിറ്റ് ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല ക്രിസ്പി ആവും. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിൻ്റെ ചൂടൊന്ന് അല്പം മാറിയതിന് ശേഷമാണ് നമ്മളിത് ക്രംസാക്കി എടുക്കേണ്ടത്. കണ്ടില്ലേ, ഇതേപോലെ ഒടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് ഒടിക്കാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാനൊരു കത്രിക വെച്ചിട്ടാണ് കട്ട് ചെയ്തിടുന്നത്. നിങ്ങൾക്ക് ഒടിച്ചൊടിച്ചാണെങ്കിലും ഇടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നമുക്കൊന്ന് കറക്കിയെടുത്താൽ മതി. കുറച്ച് നേരം ഒന്ന് അടിക്കണം. അപ്പം നല്ല തരിതരിയായിട്ട് വരും കേട്ടോ. അപ്പം നമ്മൾ മിക്സി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത്. നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയ മിക്സിയിൽ നമുക്ക് ഇതേപോലെ അടിച്ചെടുത്തിട്ട് വരാം. കണ്ടോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ബ്രെഡ് ക്രംസ് തന്നെയാണിത്. നമ്മൾ പ്രത്യേകിച്ച് പൈസയൊന്നും കൊടുത്തിട്ട് വാങ്ങേണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ലുലുലു പോയപ്പോഴും ഞാൻ ജസ്റ്റ് ഒന്ന് വില ശ്രദ്ധിച്ചു. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ അങ്ങനെ വാങ്ങിയിട്ടില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ വേസ്റ്റാക്കി കളയുന്ന ബ്രെഡ് വെച്ചിട്ട് ഈസി ആയിട്ട് ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട്ലറ്റും അതേപോലെ ബ്രെഡ് ക്രംസ് ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സുകൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അടുത്ത അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരും. അതിന് മുന്നേ ആയിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ എത്രയും പെട്ടെന്ന് കാണാം ഫ്രണ്ട്സ്. ബൈ, താങ്ക് യു.